നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. പുതുവത്സര ആഘോഷത്തിൽ ലോകം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർണ്ണാഭം. 2025 കടന്ന് കിരിബാത്തി ദ്വീപും ന്യൂസിലാൻഡും. കലൂർ അപകടത്തിൽ മൃദംഗ വിഷൻ സിഇഒ നികോഷ് കുമാർ ഒന്നാം പ്രതി. അറസ്റ്റിലായ എല്ലാ പ്രതികൾക്കും ഇടക്കാല ജാമ്യം. വേദി നിർമ്മിച്ചത് അശാസ്ത്രീയമെന്ന റിമാൻഡ് റിപ്പോർട്ട്. നടി ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കും. ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കേസെടുത്തു പോലീസ്. DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാർ ഒന്നാം പ്രതി. കേസെടുത്തത് കോട്ടയം ഈസ്റ്റ് പോലീസ്. ജാതിയില്ലാത്ത ശ്രീനാരായണ ഗുരുവിനെ സനാതന ഹിന്ദുവാക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമോ എന്ന BJP. ആരെന്ത് പറഞ്ഞാലും ഗുരുദേവൻ ദൈവമെന്ന് വെള്ളാപ്പള്ളി. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പാവമാരെല്ലാം ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച് ഞങ്ങളുടെ ബന്ധത്ത് കയറാൻ വന്നാൽ അതൊന്നും ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല. വീണ്ടും വിവാദ പരാമർശവുമായി MM മണി. ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന് അധിക്ഷേപം. MM മണി സാബുവിനെ വീണ്ടും കൊല്ലുകയാണെന്ന് KK ശിവരാമൻ. സാബുവിന്റെ കുടുംബത്തിന് നിക്ഷേപം മുഴുവൻ മടക്കി നൽകി സഹകരണ സംഘം. നിമിഷപ്രിയയുടെ വധശിക്ഷാ തീരുമാനം സ്ഥിരീകരിച്ച് കേന്ദ്രം. ഒഴിവാക്കാൻ യമൻ സർക്കാരുമായി ചർച്ച തുടരുന്നെന്ന് വിദേശകാര്യ മന്ത്രാലയം. എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച മഹാരാഷ്ട്ര മന്ത്രിക്കെതിരെ രൂക്ഷ പ്രതിഷേധം. നിതേഷ് റാണയുടെ വാക്കുകൾ കേരളത്തോടുള്ള സംഘപരിവാർ മനോഭാവമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലെ CPM നേതാക്കൾ പറയുന്നത് പോലെയെന്ന് VD സതീശൻ. നിതേഷിനെ അയോഗ്യനാക്കണമെന്ന് KC വേണുഗോപാൽ. നമ്മൾ 28-ാം തീയതി വീണ്ടും കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ സീവിയർ നേച്ചറായി പെടുത്തിയിട്ടുണ്ട് എന്ന് 5 മാസത്തിന് ശേഷം തുടർച്ചയായി കേരളം നടത്തിയിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിക്കാൻ ഉള്ള സ്ഥിതി ഉണ്ടായി. നമുക്ക് ഇതൊരു 2 മാസത്തിനുള്ളിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗുണമുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമാക്കിയാൽ മാത്രം പോരെന്ന് റവന്യൂ മന്ത്രി. കേരളം ആവശ്യപ്പെട്ട 3400 കോടിയുടെ സഹായം നീട്ടിക്കൊണ്ടുപോകുന്നുവെന്നും മന്ത്രി. പുതിയതായി 1 രൂപ പോലും കിട്ടിയില്ല. പുതിയ പ്രഖ്യാപനം ഭാവിയിൽ MP ഫണ്ട് വിനിയോഗിക്കാനും കേന്ദ്ര ഏജൻസികളുടെ സഹായങ്ങൾക്കും ഉപകരിക്കുമെന്ന് വിലയിരുത്തൽ. സന്തോഷ് ട്രോഫി ഫൈനൽ പുരോഗമിക്കുന്നു. ആദ്യ പകുതി ഗോൾ രഹിതം. 8ാം കിരീടം ലക്ഷ്യമിട്ട് കേരളം. പുതുവത്സര സമ്മാനം കാത്ത് ആരാധകർ. വിശദമായി കടക്കുകയാണ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. സംസ്ഥാനത്തും നാടും നഗരവും പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ പാപ്പാജ്ഞയെ കത്തിച്ചാണ് പുതുവർഷത്തെ പതിവ് പോലെ വരവേൽക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചി നഗരത്തിന് പല ഭാഗത്തുമുള്ളത്. തലസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ആദ്യം ചേരുന്നത്. വിനോദ്, തലസ്ഥാനത്തെ പുതുവത്സര ആഘോഷങ്ങളുടെ കാഴ്ചകൾ, വിശേഷങ്ങൾ അതെങ്ങനെയാണ്? ആര്യ, വളരെയധികം വൈബിലാണ് ഇപ്പോൾ തലസ്ഥാനം. ആര്യ പറഞ്ഞതുപോലെ തന്നെ ആവേശഭരിതമാണ്. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, ലോകമെമ്പാടും പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പ് അത് നേരത്തെ തന്നെ ആരംഭിച്ചു. നമ്മൾ അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനിയുമുണ്ട് രാജ്യങ്ങൾ പലയിടങ്ങളിലായി ഇങ്ങനെ പുതുവത്സരത്തെ വരവേൽക്കുന്ന തരത്തിൽ. ഇപ്പോൾ കൺട്രി ക്ലബിന്റെ ആഘോഷമാണ് തിരുവനന്തപുരത്ത് ക്രാഫ്റ്റ് വില്ലേജിൽ നടക്കുന്നത്. നമുക്ക് കാണാം എല്ലാ കുടുംബങ്ങളും ഇവിടെ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഒരുക്കങ്ങൾ? കൺട്രി ക്ലബ്ബ് തുടർച്ചയായിട്ട് 3ാമത്തെ വർഷമാണ് ഇവിടെ ഈ ന്യൂ ഇയർ ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാമിലീസിന്റെ പാർട്ടിസിപ്പേഷൻ ഭയങ്കര കൂടുതലാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ ഒരു ഭയങ്കര അപ്ഗ്രഡേഷനാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വ്യത്യാസം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ക്രൗഡിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്.
നല്ല രീതിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ മെമ്പേഴ്സിനായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള ഒരു വൈബും നമ്മൾ അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ഒരു വനിത കൂടി പറയട്ടെ, എങ്ങനെയുണ്ട് ന്യൂ ഇയർ? വളരെ അടിപൊളിയാണ്. കഴിഞ്ഞ 2 വർഷവും നമ്മൾ ഇവിടെ തന്നെ ന്യൂ ഇയർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശരി, നമുക്ക് അവിടെ പാട്ടും അങ്ങനെയുള്ള ആവേശ പരിപാടികളെല്ലാം ഉണ്ട്, DJ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അതിലേക്ക് കൂടി പോവാം. ആര്യ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന്റെ ഒരു വൈബാണ്, ന്യൂ ഇയർ ആവേശം. അതാ പറഞ്ഞോളൂ ഹാപ്പി ന്യൂ ഇയർ. ആര്യ, ഇതാണ് അതിന്റെ ഒരു സന്തോഷം. ഇതാണ് നമ്മൾ അടുത്ത് പോകുന്നത്. ഇവിടെ DJയും അതുപോലുള്ള സംവിധാനങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വിനോദ ഉപാധികൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ കുടുംബങ്ങളായിട്ട് ഇവിടെ എത്തുന്നു, കുഞ്ഞുങ്ങളടക്കമുള്ളവർ എത്തുന്നുണ്ട്. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ, പ്രളയം അല്ലെങ്കിൽ കോവിഡ്, അതെല്ലാം കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിന്റെ ഒരു ഒപ്പാണ്. അതിജീവിക്കും, നമ്മൾ മുന്നോട്ട് പോകും. അതിന്റെ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ തലസ്ഥാനത്തെ ആഘോഷ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആടിയും പാടിയും ഒക്കെ മലയാളികൾ പുതുവർഷത്തെ വരവേൽക്കുകയാണ്. വലിയ ആഘോഷം തലസ്ഥാനത്തും നടക്കുന്നുണ്ട്. വിനോദ് ആ ആഘോഷങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടിംഗ് പോലും പറന്നുപോയെന്ന് തോന്നുന്നു. എന്തായാലും ആ വൈബിലാണ് എല്ലാവരും ഉള്ളത്. നമ്മളിനി കൊച്ചിയിലേക്കാണ് പോകുന്നത്. മലയാളികൾക്ക് കൊച്ചിയിലെ ആഘോഷം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വികാരമാണ്. അപ്പോൾ അവിടെയും ആഘോഷങ്ങൾ ഇങ്ങനെ തകൃതിയായി നടക്കുകയാണ്, പൊടി പൊടിക്കുകയാണ്. പുതുവത്സര രാവിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിനൊപ്പം തന്നെ ആഘോഷമാണ് മഴമരത്തിന് കീഴിലെ ആട്ടവും പാട്ടും. കഴിഞ്ഞ 25 വർഷമായി ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ ദീപാലങ്കൃതമാകുന്ന മഴമരം ഇവിടേക്ക് എത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് മുമ്പുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ വെളി മൈതാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാനി പോൾ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാനി പോളിലേക്ക്. വലിയ ആഘോഷങ്ങളിലേക്ക് കൊച്ചി എത്തുന്നു. നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലെ വെളി മൈതാനത്താണ്. വെളി മൈതാനത്തിന്റെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, അങ്ങേത്തലക്കൽ പപ്പാഞ്ഞിയെ കത്തിക്കാൻ ഏതാണ്ട് മുഴുവനായിട്ട് തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ സജ്ജമായ ഒരു ആഘോഷങ്ങളിലേക്ക് നടന്നെടുക്കുന്നു. ഈ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് വലിയ ഈ ഫോർട്ട് കൊച്ചിയിലെ, അതോടൊപ്പം തന്നെ ഒരു ഏറ്റവും വലിയൊരു മഴമരം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു
കുട പോലെ വിസ്തൃതമാർന്ന ഒരു വലിയ ഇലകളുള്ള ശിഖരങ്ങളുള്ള ഒരു പ്രദേശം മുഴുവനായും തന്നെയും ദീപാലങ്കാരങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്നു എന്നതാണ്. ക്രിസ്തുമസ് ആകുമ്പോൾ, പുതുവത്സരം അടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ കഴിഞ്ഞ 25 വർഷമായി ഏതാണ്ട് പൂർണ്ണമായും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീപാലങ്കാരങ്ങൾ തെളിയിക്കുന്നു. ലക്ഷക്കണക്കിന് ലൈറ്റുകൾ അതിൽ മിന്നിത്തിളങ്ങുന്നു. ഇവിടേക്ക് എത്തുന്നവരുടെ ഒരു പ്രധാന ആകർഷണം എല്ലാം തന്നെ ഇതാണ്. ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതൊരു വലിയ ഒരു എല്ലാവരും വരുന്ന ഒരു കേന്ദ്രമായും എല്ലാവരും തന്നെ മാറുന്നു. ആഘോഷങ്ങളുടെ ഒരു രാവിലേക്കെല്ലാം തന്നെ ഇത് നീങ്ങിയിരിക്കുന്നു. നമ്മൾ കാണുന്നത് ഇതിനകത്ത് ഉള്ള ആഘോഷങ്ങളും പാട്ടുമെല്ലാം തന്നെ നടക്കുന്നു എന്നാണ്. ഏതായാലും ഇതൊരു ആഘോഷത്തിന്റെ രാവാണ്. അത് പൂർണ്ണമായും തന്നെ അതിനെ ഒപ്പിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ആട്ടവും പാട്ടുമെല്ലാം തന്നെ പുരോഗമിക്കുന്നതാണ്. അത് ഇതിന്റെ ഒരു രാത്രിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകൾ എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നത്. എവിടെ നിന്ന് വരുന്നു? ചെങ്ങന്നൂർന്ന് വരുന്നു. ഈ ഒരു ദിവസം ഇവിടെ അടിച്ചു പൊളിക്കുകയാണ്. സൂപ്പറാണ്. എങ്ങനെയുണ്ട്? ഇത് ആദ്യമായിട്ടാണോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ. എങ്ങനെയുണ്ട് വൈബ്? പൊളിയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരോടും എത്തിയതാണ്. അതെ എല്ലാവരുമായിട്ട് എത്തിയാണ്. എല്ലാവരും ഡാൻസും അടിപൊളിയായിട്ട് എല്ലാവരും ഫുൾ വൈബ്. പപ്പാഞ്ഞി കത്തിച്ചിട്ടേ പോകത്തുള്ളൂ. ഓക്കെ. ഏതായാലും പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ഒട്ടനവധി ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് വരുന്നു. കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഏതായാലും എവിടെ നിന്ന് എത്തുന്നത്? വെരി ഫൺ. പാലക്കാട്. എങ്ങനെയുണ്ട്? കൊച്ചിയിൽ ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു കുഴപ്പമില്ല. ഇനി 12 മണി. നമ്മള് എവിടുന്ന് വരികയാണ് നിങ്ങളെ? പപ്പാഞ്ഞി ഇത്തവണ ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു ഇതുണ്ടായോ? ഒന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. ഏതായാലും പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സംബന്ധിച്ച് ഫോർട്ട് കൊച്ചിയിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പപ്പാഞ്ഞി എരിയാത്ത ഒരു ആഘോഷത്തെക്കുറിച്ച്, ന്യൂ ഇയറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്ന് തന്നെയാണ്. എന്നാലും ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് അതിനുള്ള ഒരു പൂർണ്ണ ഒരുക്കങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കുന്നു. ഇപ്പോൾ പല മേഖലകളിൽ നിന്നുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി പല ഇടങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് വരുന്നു. ആട്ടവും പാട്ടുമായി ഈ രാത്രി പുരോഗമിക്കുന്നു, പുതുവർഷത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നതാണ്. എന്തായാലും വലിയ സന്തോഷത്തിൽ നിറഞ്ഞ മുഖങ്ങൾ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. കൊച്ചിയിൽ പൊളി വൈബാണെന്നാണ് പറയുന്നത്. കൊച്ചിയിൽ മാത്രമല്ല, തലസ്ഥാനത്തും പൊളിക്കുകയാണ്. ന്യൂ ഇയർ ആഘോഷം. തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക്.
തിരുവനന്തപുരത്തും ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. കൊച്ചി പോലെ തന്നെ ഇപ്പോൾ നല്ല വൈബിലാണ് തലസ്ഥാനവും ഉള്ളത്. തലസ്ഥാനത്തേക്ക് എത്തിയാൽ ക്രാഫ്റ്റ് വില്ലേജിലെ പരിപാടിയുടെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ ബാൻഡിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. കോവളത്തും ശംഖുമുഖത്തും ഒക്കെ തിരുവനന്തപുരത്തും ഈ പരിപാടികൾ നടക്കുന്ന കേന്ദ്രമാണ്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചി വെളി മൈതാനത്ത് നിന്നുള്ള കാഴ്ചകളാണ്. അവിടെയാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷം ഗംഭീരമായി നടക്കുന്നത്. അവിടുത്തെ ആ മഴ മരത്തിന്റെ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഡാനി ഇപ്പോൾ നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഡാനി, നമ്മൾ ഓരോ നിമിഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ? ഇനി നമ്മൾ ആ ന്യൂ ഇയറിലേക്ക് എത്താൻ, പുതുവർഷം ആകാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. ആ വൈബിന്റെ ആ പാരമ്യത്തിലെത്തി നിൽക്കുകയായിരിക്കുമല്ലോ കൊച്ചി, അല്ലേ? നമ്മുടെ ആരുടെയും കൂട്ടത്തിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും പ്രായമായവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികളുടെ പേര് ചോദിച്ചാൽ അതൊരു നല്ലതായിരിക്കും. ഫിദമോള്, ഫിദ ഇവിടെ ഉണ്ടോ മോൻ? ഡാനി കേൾക്കുന്നുണ്ടോ? അവിടെ നല്ല തിരക്കായതിനാൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മറ്റൊരു ഇടത്തേക്ക് വന്നിരിക്കുന്നു. ഇവിടെ സമീക്ഷ തൃക്കാക്കരയിൽ സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷങ്ങളിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നു. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ വഴി നീളെ ഇതുപോലുള്ള ആഘോഷ പരിപാടികളെല്ലാം തന്നെ കാണാം. പലയിടങ്ങളിലും തന്നെ കൂറ്റൻ പപ്പാഞ്ഞി ഇവിടെ കത്തി എരിയാനായിട്ട് കാത്തു നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ കാണുന്നത് ഏതാണ്ട് 50 അടിയോളം ഉയരത്തിൽ ഇവിടെ പ്രവർത്തകർ തീർത്തിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ ചെലവിൽ ഇവർ തീർത്തിരിക്കുന്ന സമീക്ഷ തീർത്തിരിക്കുന്ന കൂറ്റൻ പപ്പാഞ്ഞിയാണ്. ഇതാ പുതുവത്സര രാവിന് അതിന് പുതുവത്സരത്തെ എതിരേറ്റുകൊണ്ട് പോയ വർഷത്തെ യാത്ര അയച്ചുകൊണ്ട് കത്തി അമരാനായിട്ട് കാത്തു നിൽക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് ഇപ്പുറത്തെ ആഘോഷങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഓരോ ഇടങ്ങളിലും തന്നെ ഓരോരുത്തർ ഓരോ കൂട്ടായ്മകളെല്ലാം തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ഇത്തരം രീതികളിലേക്ക് ആഘോഷങ്ങളിലേക്ക് എല്ലാം തന്നെ പോകുന്നത്. ഇത് നമ്മൾ വഴിയോരത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ്. ഇവിടെയും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. എല്ലാവരും തന്നെ ആ ഒരു പുതുവർഷ രാവിനെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നവർ തന്നെയാണ്. ആഘോഷ പരിപാടികളിലേക്ക് വലിയ രീതിയിലേക്ക് തന്നെ പോകുന്നു. ഗാനമേളയും ഡിജെയും എല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ്. എല്ലാവരും അത്തരം ഒരു ആഘോഷങ്ങളിലേക്ക് കാത്തിരിക്കുന്ന ഒരു ക്രൗഡാണ് ഉള്ളത്. സാധാരണഗതിയിൽ ഒരു യുവതയുടെ ഒരു ആഘോഷമായി ഈ ദിവസങ്ങളെല്ലാം തന്നെ മാറുന്നുവെങ്കിൽ പക്ഷേ അതിനെല്ലാം തന്നെ ഒരു മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ഒരു പ്രായപരിധിയോ ഈ ആഘോഷങ്ങൾക്കായി ഇല്ല എന്നതാണ്. ഇതിപ്പോൾ ഇൻഫോ പാർക്കിനോടും എല്ലാം തന്നെ ചേർന്നുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് കൂടുതൽ യുവാക്കളും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. എന്തായാലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവുമില്ല. നിങ്ങൾ എവിടെ നിന്നാണ്? അടുത്ത് തന്നെയാണോ? കുറവാണ്, ആൾക്കാർ കുറവാണ്. വന്നുള്ളായിരിക്കും ചിലപ്പോ. ഉണ്ടാവുമായിരിക്കും. ക്രൗഡാവുന്ന തോന്നണം. പരിപാടി അടിപൊളിയാവുന്ന തോന്നുന്നുണ്ട്. ഇവിടെ പൊതുവെ ഉണ്ടാകുന്ന ഡിജെയും മറ്റൊരു ഗാനമേളയെല്ലാം അത് ടൈം ആവണുള്ളൂ തോന്നുന്നു. ഡി ജെ ഒക്കെ വരുന്നേ ഉള്ളൂ. ആവണേ ഉള്ളൂ. ചിലപ്പോ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരിക്കും. അതാണ്. ഏതായാലും ഒരു 12 മണി എന്ന ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ കൊച്ചിയുടെ നിരത്തുകൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അത്തരമൊരു ആഘോഷങ്ങൾക്ക് തന്നെയാണ് ഇതെല്ലായിടത്തും തന്നെയും കാത്തിരിക്കുകയും ചെയ്യുന്നത്. എവിടെ നിന്ന് എത്തുന്നു? ഇവിടെ അടുത്ത് തന്നെയാണോ? ഞങ്ങൾ കാക്കനാടുന്ന്. അതെ അതെ. ഫോർട്ട് കൊച്ചിയിലൊന്നും പോകണ്ട, ഇവിടേക്ക് നിന്ന് അടിച്ചു പൊളിക്കാം. അതെ അതെ. പ്രതീക്ഷ എന്താ? ഒരു പുതുവർഷമൊക്കെ കടന്നു വരാൻ പോകുന്നു. പ്രതീക്ഷ അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല. 2024 പോലെ 2025 പോകും. അത്രയൊക്കെ തന്നെ. ഒന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരും. അതെ അതെ അതെ. ഫ്രണ്ട്സാണോ എല്ലാവരും? അതെ അതെ അതെ. എല്ലാവരും മോനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു. ഹാപ്പി ന്യൂ ഇയർ. 12 മണി വരെ ഉണ്ടാവും ഇവിടെ. ഉണ്ടാവുള്ളൂ. നമ്മള് ഫോർട്ട് കൊച്ചിയിലേക്കാണല്ലോ പൊതുവെ ഒരു ആഘോഷമൊക്കെ കാണുന്നത്. അതിന് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടൊക്കെ ഈ ദിവസം ഓക്കെ. ആഘോഷങ്ങൾ തന്നെയാണ്. തിരിച്ച മുഖങ്ങളും ആഘോഷങ്ങളും തന്നെയാണ് എല്ലായിടത്തുമുള്ളത്. പാട്ടും ഡാൻസും എല്ലാമായിട്ട് ഈ കൊച്ചിയുടെ നിരത്തുകൾ അങ്ങനെ പുതുവത്സരത്തെ എതിരേൽക്കുന്ന അതിന്റെ ഒരു സജീവതയിലേക്ക് എല്ലാം തന്നെ വന്നിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം തന്നെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ ഭാഗമാണോ ഇത്?
പപ്പാഞ്ചിക്ക് എത്രയാ ഒരു അടി ഉയരമൊക്കെ ഉള്ള? 42-43 അടി വരെ. അതെ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല ജനം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കുകയാണ്. 43 അടിയുള്ളതാണ്. ഇവിടെ ഒരു കരീം എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് ഇത് കംപ്ലീറ്റ് പണിതിരിക്കുന്നത്. എങ്കിലും അതൊരു 12 ദിവസമെങ്കിലും എടുത്തത് പണി തീർക്കാനായിട്ട്. മൊത്തം ഒരു 2 ലക്ഷം രൂപ എങ്കിലും നല്ല മുകളിൽ വന്ന്. എങ്കിലും ആൾക്കാരാണ് ഇവിടെ വിജയിപ്പിക്കേണ്ടത്. അതിന് മാത്രം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിലും വലിയ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പാട്ടും ഡാൻസും എല്ലാമായിട്ട് അത്തരം ആഘോഷങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഡാനിക്ക് കേൾക്കാമെങ്കിൽ അവിടെ എനിക്കറിയാം ആഘോഷങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് കൊണ്ട് കേൾക്കാൻ ഒരു അല്പം പ്രയാസമുണ്ടാകുമെന്ന്. പക്ഷേ നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചിയിലാണ് കൊച്ചിയുടെ ഒരു മെയിൻ വൈബ് ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥലം. പക്ഷെ ഇത്തവണ അവിടെ ആഘോഷങ്ങൾ റദ്ദാക്കിയതോടുകൂടി കൊച്ചിയിലെ എല്ലാ മേഖലകളിലും ഒരുപാട് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇത്തവണ പല സംഘാടകർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എവിടെയാണ് ഡാനി നിൽക്കുന്നത്? കൊച്ചിയുടെ പല മേഖലകളെ, അതായത് ഫോർട്ട് കൊച്ചിക്ക് ഇപ്പുറത്തേക്ക് പലയിടങ്ങളിലും വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷ പരിപാടികൾ പുതുവത്സര രാവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പള്ളുരുത്തി വെളിയിലും ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. മലയാറ്റൂർ നക്ഷത്ര തടാകത്തിന് സമീപം ഏതാണ്ട് 72 അടി ഉയരമുള്ള പപ്പാഞ്ചിയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് ജംഗ്ഷനിൽ. ഇവിടെ ഏതാണ്ട് 50 അടിയോളം ഉയരത്തിലുള്ള പപ്പാഞ്ചി ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു 4 കേന്ദ്രങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അത് ഓരോ സമയം ചെല്ലുന്തോറും ആളുകൾ കൂടി വരുന്നു എന്നതാണ്. കാരണം ഫോർട്ട് കൊച്ചിയിലേക്ക് പോയാൽ അവിടേക്ക് എത്തപ്പെടുക, ഒപ്പം തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരിക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വികേന്ദ്രീകൃതമായി പലയിടങ്ങളിലും തന്നെ ഇത്തരം ആഘോഷ പരിപാടികൾ വളരെ സജീവമാണ്. പുതുവത്സരമല്ലേ, അതിനെ എതിരേൽക്കാൻ എല്ലാവരും തന്നെ ആവേശത്തോടെ കാത്തിരിക്കുന്നു എന്നതാണ്. നമ്മളുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാക്കനാടേക്ക് പോകുന്ന തൃക്കാക്കര എൻജിഒ ക്വാർട്ടേഴ്സ് ജംഗ്ഷനിലാണ്. ഇവിടെയും ആഘോഷത്തിന് ഒരു കുറവുമില്ല. 48 അടി 50 അടിയോളം ഉയരമുള്ള കൂറ്റൻ പപ്പാഞ്ചി ഒരുക്കിക്കൊണ്ട് ഈ ആഘോഷ രാവിലേക്ക് ഈ പരിസരത്തെ ഏതാണ്ട് എടപ്പള്ളി മുതൽ തൃക്കാക്കര, കാക്കനാട്, ചരാനല്ലൂർ തുടങ്ങിയ മേഖലകളിലെ വലിയ മേഖലകളിലെ കിഴക്കമ്പലം തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാമായിട്ട് ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുന്നു. ഇൻഫോ പാർക്ക് മേഖലയിലെ നിരവധിയായ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ വളരെ സജീവമാണ്. ഡാനി പോൾ നമുക്കൊപ്പം ഇപ്പോൾ ചേർന്നത്. എന്തായാലും പോയ കാലത്തെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മറന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി ആടിയും പാടിയും ഒക്കെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. തിരുവനന്തപുരത്തായിക്കോട്ടെ കൊച്ചിയിലായിക്കോട്ടെ ആഘോഷങ്ങൾ പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിന്നീട് ആ ആഘോഷ പരിപാടിയിലേക്കൊക്കെ തിരികെ എത്താം. ഇപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾ കൂടി അതിനിടയിൽ നോക്കാം. പുതുവത്സര ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 പകരട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു. പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല, പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിൻ്റെ സുദിനമാണത്. ജാതിമത വർഗഭേദമന്യേ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും. ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും 2025 നമുക്ക് പകരട്ടെ. നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാം. പുതുവർഷം സന്തോഷത്താൽ പ്രശോഭിതമാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. 2025 വരവേൽക്കാൻ ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കിരിബാത്തി ദ്വീപിലും ന്യൂസിലൻഡിലും പുതുവത്സരം പിറന്നിരിക്കുകയാണ്. വലിയ ആഘോഷത്തോടെയാണ് ദ്വീപ് നിവാസികൾ പുതുവത്സരത്തെ വരവേറ്റത്. പുതുവർഷത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും.
പുതുവത്സരാഘോഷങ്ങൾ ഹിന്ദു ആചാരങ്ങളും കലണ്ടറും അനുസരിച്ചല്ലാത്തതിനാൽ അതിൽ പങ്കെടുക്കരുതെന്ന് BJP നേതാവ് ടി രാജാ സിംഗ്. തെലങ്കാനയിലെ ഗോഷാമഹൽ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് ടി രാജാ സിംഗ്. എല്ലാ വർഷവും ഹിന്ദു യുവാക്കൾ പുതുവർഷത്തെ വരവേൽക്കാൻ പബ്ബുകളിലേക്കും ബാറുകളിലേക്കും റിസോർട്ടുകളിലേക്കും തിരിയുന്ന പ്രവണത താൻ നിരീക്ഷിക്കുന്നുണ്ട്. പുതുവത്സരം ആഘോഷിക്കുമ്പോൾ അമിത വേഗതയിൽ വാഹനം ഓടിച്ച് റോഡിൽ മരിക്കുന്നതിന് പകരം ഹിന്ദു ധർമ്മത്തിനു വേണ്ടി യുവാക്കൾ ജീവൻ ബലിയർപ്പിക്കണമെന്ന് MLA ആവശ്യപ്പെട്ടു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികൾ പരിപാടി നടത്തിയത് ഫയർഫോഴ്സ് അനുമതി കൂടാതെയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. അപകടമുണ്ടാക്കിയത് പ്രതികളുടെ ബോധപൂർവമായ വീഴ്ചയെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റിലായവരിൽ 3 പേർക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. സംഘാടകരുമായി വാണിജ്യ ഇടപാട് മാത്രമെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും കല്യാൺ സിൽക്സ് വ്യക്തമാക്കി. ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുള്ളതായി ഡോക്ടർമാർ അറിയിച്ചു. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ പ്രതികൾ പരിപാടി നടത്തിയത് ഫയർഫോഴ്സിന്റെ അനുമതിയില്ലാതെയെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. അനുമതി തേടേണ്ട വകുപ്പുകളെ സമീപിച്ചില്ല. പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. അപകടമുണ്ടാക്കിയത് പ്രതികളുടെ ബോധപൂർവമായ വീഴ്ച. ജാമ്യം നൽകിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ 3 പ്രതികൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചു. മൃദംഗ വിഷൻ CEO നികോഷ് കുമാറാണ് 1-ാം പ്രതി. ഷമീർ, ജനീഷ്, കൃഷ്ണകുമാർ, ബെന്നി എന്നിവർ 2 മുതൽ 5 വരെ പ്രതികൾ. മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച മൃദംഗ വിഷൻ ഓസ്കാർ ഉടമകളോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അതിനിടെ വിശദീകരണവുമായി കല്യാൺ സിൽക്സ് രംഗത്തെത്തി. 390 രൂപയ്ക്കാണ് സംഘാടകർ 12,500 സാരികളുടെ ഓർഡർ നൽകിയത്. കുട്ടികളിൽ നിന്നും മൃദംഗ ഈടാക്കിയത് 1,600 രൂപയാണ്. വിവാദങ്ങളിലേക്ക് സ്ഥാപനത്തിന്റെ പേര് വലിച്ചിഴക്കരുതെന്നും ഫേസ്ബുക്കിലൂടെ കല്യാൺ സിൽക്സ് അറിയിച്ചു. പരിക്കേറ്റ MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. കണ്ണു തുറക്കാനും കൈകാലുകൾ അനക്കാനും പറഞ്ഞപ്പോൾ അമ്മ അതിനോട് പ്രതികരിച്ചുവെന്ന് മകൻ വിഷ്ണു. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു, പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. ഇപ്പം 2 കൈയും മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉമാ തോമസിനെ സന്ദർശിച്ചു. സുരക്ഷാ പരിശോധനയിൽ GCDAക്ക് വീഴ്ച പറ്റിയതായി VD സതീശൻ. ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലെ എൻട്രൻസ്, ആളുകൾ പുറത്തേക്ക് പോകുന്നത്, അവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം പോലീസ് പരിശോധിക്കണ്ടേ? മൃദംഗ വിഷന്റെ മുഖ്യ രക്ഷാധികാരിയായ സിജോയ് വർഗീസിനെയും പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായ നടി ദിവ്യ ഉണ്ണിയുടെയും മൊഴി രേഖപ്പെടുത്തും. ന്യൂസ് 18 കൊച്ചി. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കേസെടുത്ത് പോലീസ്. DC ബുക്സിന്റെ മുൻ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി AV ശ്രീകുമാറിനെ 1-ാം പ്രതിയാക്കിയാണ് കേസ്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത്. കേസെടുക്കാൻ ADGP നിർദ്ദേശിച്ചിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവിനെ സനാതന ചട്ടക്കൂടിൽ ഒതുക്കിക്കൂട്ടാൻ ശ്രമമെന്നും മുഖ്യമന്ത്രി. പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. മുഖ്യമന്ത്രിക്ക് അതേ വേദിയിൽ മറുപടിയുമായി വെള്ളാപ്പള്ളി നടേശൻ. നമ്മുടെ ആരാധനാമൂർത്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്നും സനാതന ധർമ്മപ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതിന്റെ പേരിൽ
വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരുണ്ടാകാം. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. സനാതനധർമ്മ പ്രകാരം ഏതിലും എന്തിലും ദൈവമുണ്ട്. തത്വമസി അത് നീ തന്നെയാകുമെന്നാണ് വേദം പറയുന്നത്. നിർവചിക്കുന്നത് അതീതമാണ് ശ്രീനാരായണ ഗുരുദേവൻ. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിമർശനവുമായി ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ. മറ്റേതെങ്കിലും മതത്തെക്കുറിച്ച് ഇത്തരം പരാമർശം നടത്താൻ മുഖ്യമന്ത്രി ധൈര്യപ്പെടുമോ എന്ന് മുരളീധരൻ ചോദിച്ചു. സനാതനധർമ്മികളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. എം.കെ. സ്റ്റാലിൻ നടത്തിയ പ്രസ്താവനയുടെ തുടർച്ചയെന്നും മുരളീധരൻ വിമർശിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല വയനാട്ടിലേത് തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും ഈ തീരുമാനം കേരളത്തിന് കാര്യമായ നേട്ടമുണ്ടാക്കാനിടയില്ല. പുതിയ പ്രഖ്യാപനത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന് പുതിയ ഫണ്ടൊന്നും അനുവദിക്കില്ലെന്ന് മാത്രമല്ല, ഭാവിയിൽ NDRFൽ നിന്ന് പണം അനുവദിച്ചാലും അതിന് മാനദണ്ഡങ്ങൾ തടസ്സമാവുകയും ചെയ്യും. തീവ്ര ദുരന്തമെന്ന കേന്ദ്ര പ്രഖ്യാപനം കേരളത്തിന്റെ രാഷ്ട്രീയ വിജയമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. നേരത്തെ പാർലമെന്റിലും പിന്നീട് കോടതിയിലും പറഞ്ഞിരുന്നത് കേരളത്തെ രേഖാമൂലം അറിയിച്ചുവെന്ന് മാത്രം. തീവ്ര ദുരന്തമെന്ന പ്രഖ്യാപനം ഫലത്തിൽ കേരളത്തിനൊന്നും നേടി നൽകില്ല. തീവ്ര ദുരന്തമെന്ന് കണക്കാക്കിയാണ് 153 കോടി നേരത്തെ കേന്ദ്രം അനുവദിച്ചത്. ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള കത്തിന് മറുപടി നൽകിയെന്ന് മാത്രം. അതായത് ഈ പ്രഖ്യാപനത്തിനപ്പുറം മറ്റ് അടിയന്തര സഹായമൊന്നും കേരളത്തിന് നൽകില്ലെന്ന് കൂടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദുരന്ത നിവാരണ ഘട്ടത്തിൽ 1202 കോടി രൂപയുടെ അടിയന്തിരമായ നഷ്ടം കാണിച്ചുകൊണ്ട് അടിയന്തര സഹായമായി 219 കോടി രൂപ മാനദണ്ഡങ്ങൾക്ക് അതീതമായി അഡീഷണൽ അസിസ്റ്റൻസായി നമുക്ക് ലഭ്യമാകണമെന്ന ആവശ്യവും ഇതുവരെ ഒരു അക്ഷരവും മുണ്ടിയിട്ടില്ല. നിലവിൽ ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതി 153 കോടി കേരളത്തിന് അനുവദിച്ചെങ്കിലും ഫലത്തിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഈ ഇനത്തിൽ ഇനി കിട്ടുകയുമില്ല. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് പണം കൈമാറുന്നതിനുള്ള മാനദണ്ഡമാണ് ഇവിടെ വെല്ലുവിളി. സംസ്ഥാന ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ 50% കുറച്ചു മാത്രമേ കേന്ദ്ര ഫണ്ട് കിട്ടാൻ വ്യവസ്ഥയുള്ളൂ. നിലവിലെ കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും കിട്ടില്ലെന്ന് ചുരുക്കം. പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായി 2219 കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത്. പ്രത്യേക പാക്കേജ് എന്ന ഈ ആവശ്യത്തിൽ ഇതുവരെ കേന്ദ്രം തീരുമാനമെടുത്തിട്ടുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. എന്നാൽ തീവ്ര ദുരന്തമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഭാവിയിൽ കേരളത്തിന് നേട്ടമായേക്കും. എംപിമാരുടെ ഫണ്ട് വിനിയോഗത്തിനും വിവിധ ഏജൻസികളുടെ സഹായം കിട്ടാനും തീരുമാനം വഴി തുറന്നേക്കുമെന്നാണ് പ്രതീക്ഷ. ഫലത്തിൽ ഫണ്ടൊന്നും കിട്ടിയില്ലെങ്കിലും തീവ്ര ദുരന്തമെന്ന പ്രഖ്യാപനം ഭാവിയിൽ കേരളത്തിന് നേട്ടമായേക്കാം. കേന്ദ്ര വിജ്ഞാപനത്തിൽ തീവ്ര ദുരന്തമായി ഉൾപ്പെടുന്നതോടെ കേരളത്തിനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ്. ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ഭാവിയിൽ കൂടുതൽ സഹായം കിട്ടാനുള്ള സാധ്യത. എംപിമാരുടെ വികസന ഫണ്ട് വയനാടിനായി ചിലവഴിക്കാനുള്ള സാധ്യത തുറക്കും. രാജ്യത്തെ എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും സഹായം തേടാം. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും സഹായം തേടാനുള്ള സാധ്യത. ദുരന്തബാധിതരുടെ വായ്പകൾക്ക് കൂടുതൽ ഇളവ് കിട്ടാനും സാധ്യതയുണ്ട്. ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഫ്ലക്സി ഫണ്ടുകളുണ്ട്. അതായത് കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ 25% ദുരന്ത നിവാരണത്തിന് വിനിയോഗിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കുകയും കേന്ദ്ര ഗവൺമെന്റിനോട് അക്കാര്യം പറയുകയും ചെയ്യും. സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ടു ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഇക്കാര്യത്തിൽ കേരളത്തിന് ലഭിക്കുന്ന തുകയുടെ 50% ദുരന്ത മേഖലയിലെ പുനർനിർമ്മാണത്തിന് വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു കനിവ് കാണിച്ചാൽ ഇടപെടാൻ വേണ്ടി കഴിയും. പക്ഷേ കൂടുതൽ പണം അനുവദിച്ചാലും കേരളത്തെ കാത്തിരിക്കുന്ന വെല്ലുവിളി പണം ചിലവഴിക്കുന്നതിലെ മാനദണ്ഡങ്ങളുടെ തടസ്സമാണ്. ഉദാഹരണമായി ഒരു വീട് പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് കേന്ദ്ര നിയമപ്രകാരം അനുവദിക്കാവുന്ന പരമാവധി തുക 1.3 ലക്ഷമാണ്. കേരള സാഹചര്യത്തിൽ ഈ തുക ഒട്ടും അഭികാമ്യമല്ല. റോഡ് പുനർനിർമ്മാണത്തിനും മറ്റ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ തുകയെ കേന്ദ്ര മാനദണ്ഡ പ്രകാരം ചിലവഴിക്കാനാകൂ. ഈ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാതെ കൂടുതൽ പണം കേരളത്തിന് അനുവദിച്ചാലും ഗുണം ചെയ്യില്ല എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കാലതാമസം വരുത്തിയത് കേരളമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേന്ദ്ര സർക്കാർ സമയബന്ധിതമായി ഇടപെട്ടിട്ടുണ്ട്. ചോദിച്ചതിൽ കൂടുതൽ പണം നൽകിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇനിയും നൽകുമെന്നും മന്ത്രി. ക്രെഡിറ്റ് പ്രധാനമന്ത്രിക്ക് കിട്ടുമെന്നായപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അത് ഭീരുത്വമാണെന്നും ജോർജ് കുര്യൻ ആരോപിച്ചു. കിരീടം കൈവിട്ട് കേരളം. സന്തോഷ് ട്രോഫി ഫൈനലിൽ ബംഗാളിന് കിരീടം. കേരളത്തിനെതിരെ 1-0 ബംഗാളിന്റെ വിജയം. 90-ാം മിനിറ്റിൽ റോബി ഹൻസ്ഡ നേടിയ ഗോളിലൂടെയാണ് ബംഗാൾ വിജയം കൈവരിച്ചത്. എൽദോ പോൾ പുതുശ്ശേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എൽദോ, നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്നു പുതുവത്സര സമ്മാനമായിട്ട് സന്തോഷ് ട്രോഫി നമുക്ക് കിട്ടുമെന്ന്. പക്ഷേ വിപുലമായിരിക്കുന്നു മത്സരത്തിന്റെ വിശദാംശം.
ആര്യ അങ്ങേറ്റം വാശിയേറിയ മത്സരമാണ് ഹൈദരാബാദിലെ സ്റ്റേഡിയത്തിൽ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നത്. പക്ഷേ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള സംഭവം അത് ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയുടെ നിശ്ചിത സമയം ഗോൾ രഹിതമായി. ഏറ്റവും ഒടുവിൽ ഇഞ്ചുറി ടൈമിലാണ് ബംഗാൾ വിജയ ഗോൾ സ്വന്തമാക്കുന്നത്. ആദ്യ പകുതിയിൽ കേരളത്തിന്റെ ഒപ്പമായിരുന്നു കൂടുതൽ നിയന്ത്രണമെങ്കിൽ രണ്ടാം പകുതിയിൽ ബംഗാൾ കൂടുതൽ ഉണർന്നു കളിക്കുന്നത് കണ്ടു. അതേ തുടർന്ന് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ കണ്ടു. ആ ആക്രമണങ്ങൾക്കൊടുവിൽ ബംഗാളിന് നിരന്തരം ഏറ്റവും ഒടുവിൽ വിജയം കാണുകയായിരുന്നു ഇഞ്ചുറി ടൈമിൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഫൈനൽ വരെ ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യന്മാരായി ഫൈനലിലേക്ക് എത്തി മണിപ്പൂരിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് തകർത്ത് സെമി ഫൈനലിൽ മിന്നുന്ന ജയം സ്വന്തമാക്കിയ കേരളം. പക്ഷേ ഫൈനലിൽ ബംഗാൾ സന്തോഷ് ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമാണ് ബംഗാൾ. 46 ഫൈനലുകൾ കളിച്ചിട്ടുള്ള ബംഗാൾ ഇത് 33ാമത്തെ ട്രോഫിയാണ് ബംഗാളിന്. അങ്ങനെ 33ാം കിരീട നേട്ടത്തിലേക്ക് കാത്തിരുന്ന ബംഗാളിന് മുന്നിൽ കേരളത്തിന് മറുപടി ഇല്ലാതായി പോയി. ഏകപക്ഷീയമായ ഒരു ഗോളിന് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബംഗാൾ കേരളത്തെ തോൽപ്പിച്ചത്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇഞ്ചുറി ടൈമിലാണ്. ഒരു പക്ഷേ അത് ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുമായിരുന്ന ഒരു മത്സരമാണ്. ഏറ്റവും ഒടുവിലത്തെ സമയത്തെ ഒരു ഗോളിൽ, അതും റോബി ഹൻസ, ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററാണ് റോബി ഹൻസ. അവരുടെ ജേഴ്സി നമ്പർ 9 നിലവിൽ 11 ഗോളുകൾ ഇതിനോടകം സ്വന്തമാക്കിയ ശേഷമാണ് ഇന്ന് ഫൈനലിൽ ഇറങ്ങിയത്. അങ്ങനെ തന്നെ 12ാമത്തെ ഗോൾ നേട്ടത്തോടു കൂടിയാണ് ഈ ടൂർണമെന്റിൽ റോബി ഹൻസ ബംഗാളിന് കിരീടവും ടൂർണമെന്റിലെ താരമെന്ന ഖ്യാതിയും സ്വന്തമാക്കുന്നത്. റോബി ഹൻസയുടെ ആ ഗോളിൽ കേരളത്തിന്റെ ഗോൾ കീപ്പർക്ക് പകച്ചു പോകേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിന് കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന കിരീടം നഷ്ടമായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനം ആദ്യത്തെ അരമണിക്കൂറിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു കേരളവും ബംഗാളും. ഒരു നേരിയ മുൻതൂക്കം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാമെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കേരളത്തിന് ഗോൾ നേടാൻ കഴിയാതെ പോയതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളിയായത്. കേരളത്തിന്റെ മുന്നേറ്റ നിര കഴിഞ്ഞ മത്സരങ്ങളിൽ ഗോൾ നേടുന്നതിൽ മികവ് കാണിച്ചുവെങ്കിൽ ഇത്തവണ ബംഗാളിന്റെ ഡിഫൻഡർമാർക്ക് മുന്നിൽ പലപ്പോഴും ഉത്തരമില്ലാത്ത രീതിയിൽ ആ മത്സരം അവസാനിക്കുകയും ചെയ്തു. അത്തരത്തിൽ ബംഗാളിന് മുന്നിൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് കേരളം പരിഞ്ഞലായത്. രണ്ടാം പകുതിയിൽ കഴിഞ്ഞ മത്സരത്തിലെ ഗോൾ സ്കോററായിട്ടുള്ള അഷ്ഫലിനെ ഇറക്കി കേരളം പരമാവധി ആക്രമണത്തിന് ശ്രമിച്ചുവെങ്കിലും തുനിഞ്ഞുവെങ്കിൽ പോലും ബംഗാളിന്റെ ഡിഫൻസിനെ മറികടക്കാൻ കേരളത്തിന് സാധിച്ചില്ല. നല്ല മുഹൂർത്തങ്ങൾ നിരവധിയായി കേരളം സമ്മാനിക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ 87ാം മിനിറ്റിൽ കേരളത്തിന് നല്ലൊരു അവസരം കിട്ടിയതാണ്. അത് മാത്രമല്ല, കേരളം ഗോൾ വഴങ്ങിയ ശേഷം ഇഞ്ചുറി ടൈമിൽ പെനാൾട്ടി ബോക്സിന് തൊട്ട് വെളിയിൽ വെച്ച് കേരളത്തിന് ഒരു ഫ്രീ കിക്ക് ലഭിച്ചു. അവിടെ ഫ്രീ കിക്ക് എടുത്തത് കേരളത്തിന്റെ ക്യാപ്റ്റനാണ്. കേരളത്തിന്റെ ക്യാപ്റ്റൻ എടുത്ത ഫ്രീ കിക്ക് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ മുതലാക്കാൻ സാധിച്ചില്ല. അവിടെ കേരളത്തിന്റെ പരാജയത്തിനുള്ള ആണിക്കൽ തറച്ചു. അങ്ങനെ 22 വയസ്സ് മാത്രം ആവറേജ് ശരാശരി പ്രായമുള്ള ഒരു കേരളത്തിന്റെ യുവ സംഘത്തിന് ഇത്തവണത്തെ റണ്ണേഴ്സ് ട്രോഫിയുമായി മടങ്ങേണ്ടി വന്ന സാഹചര്യമാണ്. എന്താണെങ്കിലും ബംഗാളിന്റെ കുതിപ്പ് അത് ഗംഭീരമാണ്. പ്രത്യേകിച്ചും സന്തോഷ് ട്രോഫിയിൽ 46 ഫൈനലുകൾ, അങ്ങനെ 33ാമത്തെ ട്രോഫി ജയം സ്വന്തമാക്കിയാണ് ബംഗാൾ. കേരളത്തിന്റെ 16ാമത്തെ ഫൈനലായിരുന്നു കേരളത്തിന്. പക്ഷേ ഇന്ന് ബംഗാളിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാവുന്ന പോലെ 2021 മഞ്ചേരിയിൽ വെച്ച് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ബംഗാളിനെ തോൽപ്പിച്ചാണ് കേരളം ഏറ്റവും ഒടുവിൽ കിരീടം നേടുന്നത്. അതിനു മുമ്പും ബംഗാൾ തന്നെയായിരുന്നു കേരളം ജയിച്ചപ്പോൾ എതിരാളികൾ. അത് 2018 അത് അവരുടെ തട്ടകത്തിൽ കൊൽക്കത്തയിൽ വെച്ചായിരുന്നു. കൊൽക്കത്തയിൽ അന്നും പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു മത്സരം അവസാനിച്ചത്. ഇന്നത്തെയും സാഹചര്യം അതിലേക്ക് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിച്ചതാണ്. കാരണം മത്സരം 90ാം മിനിറ്റ് വരെ ഗോൾ രഹിതമായത് ഓർക്കുക. അതിനുശേഷമാണ് ഇഞ്ചുറി ടൈമിലാണ് ബംഗാളിന്റെ ഗോൾ സംഭവിച്ചത്. റോബി ഹൻസയുടെ ആ വിജയ ഗോൾ മാത്രമാണ് ഈ മത്സരത്തിൽ ബംഗാളിനെ കേരളത്തെക്കാൾ അപ്പുറത്തേക്ക് മാറ്റി നിർത്തുന്നത്. യെസ്, എൽദപ്പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2018ഉം 2021ഉം ആവർത്തിക്കാൻ ഇക്കുറി കേരളത്തിന് സാധിച്ചില്ല. കയ്യെത്തും ദൂരത്താണ് സന്തോഷ് ട്രോഫി നഷ്ടമായിരിക്കുന്നത്. ഇഞ്ചുറി ടൈമിലാണ് ബംഗാൾ ആ വിജയ ഗോൾ അടിച്ചിരിക്കുന്നത്. 34ാം സന്തോഷ് ട്രോഫി നേടിയിരിക്കുന്നു ബംഗാൾ. 8ാം സന്തോഷ് ട്രോഫി ലക്ഷ്യമിട്ട് ഇറങ്ങിയ കേരളത്തിന് നിരാശ. മറ്റു വാർത്തകളിലേക്ക്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. വധശിക്ഷ ഒഴിവായി കിട്ടാനുള്ള ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹായവും നൽകുന്നുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ 2017 മുതൽ ജയിലിലായ നിമിഷപ്രിയയുടെ വധശിക്ഷ 1 മാസത്തിനകം നടപ്പാക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. നിമിഷപ്രിയയ്ക്ക് പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല. കൊല്ലപ്പെട്ട യമൻ പൗരനായ തലാലിന്റെ കുടുംബവുമായി ബ്ലഡ് മണി ചർച്ച ചെയ്യാനാണ് ശ്രമം.
ഇത് യമനിലെ ഒരു പരമ്പരാഗത ആചാരമാണ്. ഇരയുടെ കുടുംബവും ഗോത്രവർഗവും മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. കുടുംബം എല്ലാ സാധ്യതകളും ആരായുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 2017 യമൻ പൗരനായ തലാൽ അബ്ദോ മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നേഴ്സായ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. 2018 യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. 2023 സുപ്രീം കോടതിയിലേക്കുള്ള അപ്പീൽ നിരസിക്കപ്പെട്ടു. യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി ദയാഹർജി തള്ളിയതോടെ 1 മാസത്തിനകം വധശിക്ഷ നടപ്പാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. 2011 8 വയസ്സുള്ള കുട്ടിയുള്ള നിമിഷപ്രിയ യമനിലെത്തിയത്. ഒരു ക്ലിനിക്ക് സ്ഥാപിക്കാൻ സഹായിച്ച യമൻ പൗരനായ തലാൽ പിന്നീട് പീഡനം ആരംഭിച്ചു. പോലീസിനെ സമീപിച്ചെങ്കിലും ജയിലിലായി. രക്ഷപ്പെടാനായി പാസ്പോർട്ട് വീണ്ടെടുക്കാൻ തലാലിന് മരുന്ന് നൽകി മയക്കാൻ ശ്രമിച്ചു. ഡോസ് കൂടി അയാൾ മരിച്ചു. സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയമിച്ച അഭിഭാഷകൻ പ്രീ നെഗോഷിയേഷൻ ഫീസ് ആവശ്യപ്പെട്ടതോടെ ചർച്ചകൾ സ്തംഭിച്ചു. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ആവശ്യമായ ഫണ്ടിൻ്റെ ഒരു ഭാഗം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സ്വരൂപിച്ചിരുന്നു. എന്നാൽ അതും പിന്നീട് പ്രതിസന്ധിയിലായി. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ പുതിയ പ്രതീക്ഷകൾ നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സ്ഥിരീകരിച്ചതോടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ആവശ്യമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ അധിക്ഷേപിച്ച് എം മണി. സാബു തോമസിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ, ചികിത്സ ചെയ്തിരുന്നോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു എം മണിയുടെ പരാമർശം. വിവാദമായതോടെ സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് എം മണി വിശദീകരിച്ചു. അതിനിടെ സാബു തോമസ് നിക്ഷേപിച്ച തുക കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകി. മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ, വല്ല ചികിത്സയും ചെയ്തിരുന്നോ, അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ കട്ടപ്പനയിൽ CPM വിളിച്ചു ചേർത്ത നയവിശദീകരണ യോഗത്തിലാണ് എം മണിയുടെ അധിക്ഷേപ പരാമർശം. സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM മുൻ ഏരിയ സെക്രട്ടറിയും സൊസൈറ്റി മുൻ പ്രസിഡന്റുമായ VR സജിയെ ന്യായീകരിച്ച എം മണി സാബുവിന്റെ കുടുംബത്തിനോട് സഹാനുഭൂതിയുണ്ടെന്നും പരാമർശിച്ചു. ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ ആരും വരണ്ട. ഞങ്ങൾ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് സഹാനുഭൂതിയുള്ളൂ. അദ്ദേഹത്തെ പോസിറ്റുണ്ട്. ഞങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഇതിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാതെ ഞങ്ങൾ ഏറ്റുപോയി എന്നൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നോർത്ത് ഇപ്പം ഞങ്ങൾ വിട്ടേച്ച് പോകുന്ന ആരും അവിടെ കാണണ്ട. എങ്ങനെയും ഇത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നും എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. അത് ഞങ്ങൾ ബാധ്യതയുണ്ട്. അത് അംഗങ്ങളുള്ള ഞങ്ങൾക്ക് ചുമതലയുണ്ട്. ആ മനുഷ്യൻ മരിച്ചതിൽ, ആ സഹോദരൻ മരിച്ചതിൽ ഞങ്ങൾക്ക് ഖേദവും ദുഃഖവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ ബോർഡിനോ ആ ബോർഡിൻ്റെ പ്രസിഡന്റ് VR സജിക്കോ ഒരു പങ്കുമില്ല. അതിനിതൊക്കെ ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്തിട്ടില്ല. സംഭവം വിവാദമായതിന് പിന്നാലെ സാബുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നാണ് പറഞ്ഞതെന്നും എം മണി വിശദീകരിച്ചു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ആരെഴുതിയിരുന്നു? നിങ്ങൾ ആണല്ലോ ആളുകൾ. അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന്, അയാൾ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയും. അതിനിടെ സാബു തോമസിന്റെ നിക്ഷേപത്തുക കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തിരികെ നൽകി. മടക്കി നൽകാനുള്ള 15 ലക്ഷം രൂപ കട്ടപ്പന അർബൻ ബാങ്കിൽ അടച്ചതായാണ് സൊസൈറ്റി അധികൃതരുടെ വിശദീകരണം. സാബുവിന്റെ മരണത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചെങ്കിലും കാര്യമായ പുരോഗതിയില്ല. സെക്രട്ടറി ഉൾപ്പെടെ 3 ജീവനക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നെങ്കിലും VR സജിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ എം മണിക്കെതിരെ CPI നേതാവ് KK ശിവരാമൻ. എം മണി നടത്തിയ പ്രസംഗം ആത്മഹത്യ ചെയ്ത ആളെയും കുടുംബത്തെയും വീണ്ടും കൊല്ലുന്ന തരത്തിലുള്ളതാണെന്നും ആത്മഹത്യ ചെയ്ത സാബുവിനെ വെറുതെ വിടണമെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ ശിവരാമൻ പറഞ്ഞു. വനം വകുപ്പിനെതിരെ സംഘടിക്കേണ്ടി വന്നാൽ സംഘടിക്കണമെന്ന എം മണി. ജനങ്ങൾ സംഘടിതമായി ജീവരക്ഷയ്ക്ക് ചെയ്യാവുന്നത് ചെയ്യുക. ജീവിക്കണമെങ്കിൽ എല്ലാ നിയമങ്ങളും പാലിക്കാൻ കഴിയില്ലെന്നും എം മണി പറഞ്ഞു. തൊടുപുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹിയുടെ കുടുംബത്തെ എം മണി സന്ദർശിച്ചു. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ BJP മന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം തുടരുന്നു. വിദ്വേഷ പ്രസ്താവന നടത്തിയ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് താൻ ചെയ്തതെന്നാണ് നിതേഷ് റാണയുടെ വിശദീകരണം.
പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തത് കേരളത്തിലെ തീവ്രവാദികളാണെന്നും കേരളം മിനി പാകിസ്ഥാനാണെന്നുമായിരുന്നു നിതേഷ് റാണയുടെ അധിക്ഷേപം. പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിപ്പെടുന്നത്. തങ്ങൾക്ക് സ്വാധീനമുറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവൽക്കരിച്ചും വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്തിക്കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത്. അതിനെ പിൻപറ്റിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമാണെന്ന് മുഖ്യമന്ത്രി. പൂനെ പ്രസ്താവനയിൽ വിശദീകരണവുമായി മന്ത്രി റാണ വീണ്ടും രംഗത്തെത്തി. കേരളത്തിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയുന്നത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മതപരിവർത്തനം ചെയ്യുന്നത് ദൈനംദിന കാര്യമായി മാറിയിരിക്കുന്നു. ഹിന്ദു സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ലവ് ജിഹാദ് കേസുകളും കേരളത്തിൽ കൂടുകയാണ്. കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് റാണ ന്യായീകരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും താൻ പറഞ്ഞത് വയനാടുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുമെന്നും മന്ത്രി പറയുന്നു. റാണയുടെ പ്രസ്താവനയെ അപലപിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് വക്താവ് അതുൽ ലോഡെ രംഗത്തെത്തി. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാമെന്ന് മന്ത്രിയായപ്പോൾ നിതേഷ് റാണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുകയും പ്രതിപക്ഷത്തെ വോട്ടർമാരെ തീവ്രവാദികളായി മുദ്രകുത്തുകയും ചെയ്യുന്നു. മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ തുടരാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടോ എന്നായിരുന്നു ചോദ്യം. മുതിർന്ന കോൺഗ്രസ് MLA ആയ വിജയ് വഡേട്ടിവാർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പാലിക്കുന്ന മൗനം ചൂണ്ടിക്കാണിച്ചു. വിഷയത്തിൽ BJP നേതാക്കളുടെ പ്രതികരണം ഉറ്റുനോക്കുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ താൽപര്യപ്രകാരമാണ് പരോൾ നൽകിയതെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതിനിടെ പരോൾ റദ്ദാക്കരുതെന്ന ആവശ്യവുമായി കൊടിസുനിയുടെ കുടുംബം രംഗത്തെത്തി. കൊടിസുനിക്ക് പരോളിന് അർഹതയുണ്ടെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി P. ജയരാജൻ രംഗത്ത് വന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി കൊടിസുനിക്ക് 30 ദിവസത്തേക്ക് പരോൾ അനുവദിച്ച തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും ജയിൽ വകുപ്പും സർക്കാരും മൗനം തുടരുകയാണ്. പരോൾ അനുവദിക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഒഴിഞ്ഞുമാറി. പരോൾ അനുവദിക്കുന്നതിന് മനുഷ്യാവകാശ കമ്മീഷന് കൊടിസുനിയുടെ മാതാവ് സമർപ്പിച്ച കത്ത് മറയാക്കിയെന്ന ആക്ഷേപവും ശക്തമാണ്. പരോൾ അനുവദിക്കുന്നതിൽ ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പരിഗണിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരമുണ്ടെന്നായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പിന് കൈമാറിയ കത്തിലെ പരാമർശം. ഇത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതായാണ് വിമർശനം. അതേസമയം വിഷയം സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കത്തിലാണ് KK രമയും പ്രതിപക്ഷവും. മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ്. 2018 പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് 1 മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചത് ചെയ്യാണ്. ഈ പ്രതികൾ CPM നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അതേസമയം കൊടിസുനിയുടെ പരോൾ റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കും ഉള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനോ കിട്ടേണ്ടതല്ലേ? കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPM നേതാവ് P. ജയരാജനും പിന്തുണ അറിയിച്ചു. സുനിക്ക് പരോളിന് അർഹതയുണ്ട്. കോവിഡ് സമയത്ത് പോലും കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്നും P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് നാളെ താനൂരിൽ തുടക്കമാകും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും EN മോഹൻദാസ് മാറിയാൽ പകരം ആരെന്ന ചർച്ച സജീവമാണ്. 2018 EN മോഹൻദാസ് CPM ജില്ലാ സെക്രട്ടറിയാകുന്നത്. 2021 തിരൂർ സമ്മേളനത്തിൽ വീണ്ടും തിരഞ്ഞെടുത്തു.
3 ടേം അനുവദിക്കാമെന്നിരിക്കെ പ്രായാധിക്യം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണക്കിലെടുത്ത് EN മോഹൻദാസ് മാറാനാണ് സാധ്യത. പകരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ VP അനിൽ, E ജയൻ, ഷൌക്കത്ത് അലി, VP സഖറിയ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഒരുപക്ഷെ സമവായ സാധ്യത കണക്കിലെടുത്ത് EN മോഹൻദാസ് തന്നെ തുടരുകയും ചെയ്തേക്കാം. 3 ദിവസമായി നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ, BJPയുടെ വോട്ടിലുണ്ടാകുന്ന വർധനവ്, മുസ്ലിം രാഷ്ട്രീയത്തിന്റെ മാറുന്ന സ്വഭാവം തുടങ്ങിയവ വിശദമായ ചർച്ചയാകും. PV അൻവർ പുറത്തുപോയത് വെല്ലുവിളിയാകില്ല എന്ന് പാർട്ടി വിലയിരുത്തുമ്പോഴും അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളും സമ്മേളനത്തെ ചൂടുപിടിപ്പിക്കും. സ്വതന്ത്രന്മാരെ ഉപയോഗിച്ച് UDF മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന രീതി തുടരുക എന്നതാണ് മലപ്പുറത്തെ ഇടത് ശൈലി. അൻവർ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലും പക്ഷേ ഇതിനു മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ പരീക്ഷിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കുറേ സ്വതന്ത്രന്മാരെ ഞങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വതന്ത്രന്മാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവർക്കുള്ള ബന്ധവും അവരൊക്കെ പലരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അവരോടൊപ്പം വന്നവരും ഒക്കെ ചേർന്നതാണ്. അപ്പോൾ നല്ല മികവ്, നമുക്കൊരു മെച്ചം, രാഷ്ട്രീയ മികവുണ്ടായിട്ടുണ്ട്, മെച്ചമുണ്ടായിട്ടുണ്ട് സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചതിൽ. ആ പരീക്ഷണം ഇനിയും തുടരും. ഈ സ്വതന്ത്രന്മാരുടെ പരീക്ഷണത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ട് വർദ്ധിക്കുന്നതിൽ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. പ്രതിനിധി സമ്മേളനം നാളെ പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. 18 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് 332 തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ന്യൂസ് 18 മലപ്പുറം. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി G സുധാകരൻ. തന്നെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയിപ്പിച്ചതാണെന്ന് സുധാകരൻ തുറന്നടിച്ചു. മിണ്ടാതിരിക്കണമെന്ന് പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല. ആലപ്പുഴയിലെ ചില വൈറസുകൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചതായിരിക്കാമെന്നും സുധാകരൻ വിമർശിച്ചു. മണിപ്പൂർ കലാപത്തിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ബീരേൻ സിംഗ്. പുതുവത്സര സന്ദേശത്തിലാണ് മാപ്പപേക്ഷ. 2024 ദൗർഭാഗ്യത്തിന്റേതായിരുന്നുവെന്നും മെയ് 3 മുതൽ സംഭവിച്ചതിന് ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്നും ബീരേൻ സിംഗ് പറഞ്ഞു. 2025 സാധാരണ നില പുനഃസ്ഥാപിക്കാനാകുമെന്ന പ്രതീക്ഷയും ബീരേൻ സിംഗ് പ്രകടിപ്പിച്ചു. നിരാഹാര സമരം തുടരുന്ന കർഷക നേതാവ് ജഗത് സിംഗ് ദല്ലേവാളിനെ ആശുപത്രിയിലെത്തിക്കാൻ പഞ്ചാബ് സർക്കാരിന് കൂടുതൽ സമയം ലഭ്യമാകും. ഇത് സംബന്ധിച്ച് കേസിൽ വാദം കേൾക്കുന്നത് ജനുവരി 2 മാറ്റി. ഡിസംബർ 20 കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പാലിക്കാൻ 3 ദിവസത്തെ സമയം കൂടി ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന് പഞ്ചാബ് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ ഗുർമീന്ദർ സിംഗ് വ്യക്തമാക്കി. കർഷകരുമായി ഒരു സംഘം ചർച്ചകൾ നടത്തിവരികയാണെന്നും ദല്ലേവാളിനെ അടുത്തുള്ള താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഡിസംബർ 28 ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാത്തതിന് പഞ്ചാബ് സർക്കാരിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. MTക്കുള്ള ആദരമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രധാന വേദിയുടെ പേര് MT നീള എന്നാക്കി പുനർനാമകരണം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് മാറ്റം. നേരത്തെ കലോത്സവ വേദികൾക്ക് നദികളുടെ പേരിടാനായിരുന്നു തീരുമാനം. നീള നദിയെക്കുറിച്ചുള്ള MTയുടെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണി മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആലേഖനം ചെയ്യുമെന്നും മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ IBIS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 137ാമത് ബിരുദദാന ചടങ്ങ് തൃശൂരിൽ നടന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും 800ഓളം വിദ്യാർത്ഥികൾ ബിരുദം ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരനും RJയും കൂടിയായ ജോസഫ് അനംകുട്ടി ജോസ്, കിംസ് കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ IICT അംഗീകാരവും സ്കിൽ ഇന്ത്യ മിഷന്റെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ട്രെയിനിംഗ് അവാർഡും നേടിയ കേരളത്തിലെ ഏക സ്ഥാപനമാണ് IBIS അക്കാദമി. ഇന്ത്യയിലെ 7 ക്യാമ്പസുകളിലായി ആഗോള നിലവാരത്തിലുള്ള അമേരിക്കൻ ഡിപ്ലോമയും PG ഡിപ്ലോമ കോഴ്സുകളും നൽകുന്ന സ്ഥാപനം കൂടിയാണ്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5865 രൂപ, പവന് 46,920 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഏവർക്കും കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ. ടോം കുര്യാക്കോസ് എത്തും. നമസ്കാരം.